സുഹൃത്തുക്കളെ, ഇതാണ് ഞങ്ങളുടെ പുതിയ അലക്കുകല്ല്. ഇത്തരത്തിലുള്ള അലക്കുകല്ലിൻ്റെ ഒരുപാട് വീഡിയോകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എന്നാൽ അതിൽ നിന്ന് ചെറിയ മാറ്റമൊക്കെ വരുത്തിയിട്ടുണ്ട് കേട്ടോ. താഴെ 2 ഇഞ്ച് പൈപ്പും അതിന് മുകളിൽ 2 ഇഞ്ച് പൈപ്പും വെച്ച് കോൺക്രീറ്റ് നിറച്ചതിന് ശേഷമാണ് വാട്ടർ ലൈൻ കൊടുത്തിരിക്കുന്നത്. ഇതിങ്ങനെ ചെയ്യുന്നത് മൂലം കുറച്ച് ഹെവി ആയിട്ട് ഇരുന്നോളും. ചെറിയ തട്ടുമുട്ടലുണ്ടായാലും പൈപ്പൊന്നും പൊട്ടില്ല. അത്യാവശ്യം നല്ല വിസ്താരത്തിൽ തന്നെയാണ് ഞങ്ങൾ ടാങ്ക് പണിതിരിക്കുന്നത്. വീട് പെയിന്റ് ചെയ്യാൻ കൊണ്ടുവന്ന ആ ബാലൻസ് പെയിന്റ് എടുത്തിട്ടുണ്ടോ ഞങ്ങൾ ഈ ടാങ്ക് പെയിന്റ് ചെയ്തത്. വെള്ളം ടാങ്ക് ഇടത്തെ സൈഡിലും അതേപോലെ അലക്കണ കല്ല് ഞങ്ങൾ വലത്തെ സൈഡിലാണ് കൊടുത്തേണേ. ഇങ്ങനെ ചെയ്തതിൻ്റെ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് അലക്കല്ലിട്ടിരിക്കണേ. അപ്പോൾ ഈ അലക്കല്ലുമെന്ന് തെറിക്കുന്ന വെള്ളം ഷീറ്റുമ്മയ്ക്ക് തെറിക്കാൻ സാധ്യതയുണ്ട് വീടുമ്പത്തെ. അത് കാരണമാണ് ഇങ്ങനെ ചെയ്തണേ. അതിന് പകരം തുണി അത്യാവശ്യം സോപ്പിൽ മുക്കാനായിട്ട് ഞങ്ങൾ വലത്തെ സൈഡിൽ ഇതേപോലെ ടാപ്പ് പോയിന്റ് കൊടുത്തിട്ടുണ്ട്. ഇതേ പിന്നെ ഇവിടെ സോപ്പും വയ്ക്കാട്ടോ, അതും സൗകര്യമായി. വീടിൻ്റെ മതിൽക്കെട്ടിനോട് ചേർന്ന് അലക്കുകല്ല് നിർമ്മിച്ചതിനാൽ മതിലിൻ്റെ അരക്കെട്ടിന് മുകളിൽ വെള്ളം ബക്കറ്റ് വെച്ച് അധികം കുനിയാതെ വെള്ളം എടുക്കാം. മാത്രമല്ല സ്ഥലം ഒട്ടും വേസ്റ്റ് ആവില്ല. അങ്ങനെ എൻ്റെ ഡ്രസ്സ് അലക്കിക്കൊണ്ട് തന്നെ പുതിയ അലക്കല്ലിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഇപ്പോൾ അലക്കെല്ലാം വളരെ ഈസിയായി. അലക്കല്ല് മതിലിൻ്റെ ചേർന്ന് വെച്ചാണ്ട് ഇവിടെ നടക്കാനായിട്ട് അത്യാവശ്യം സ്ഥലം കിട്ടി. മാത്രമല്ല അലക്കല്ലിൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു അഴ കെട്ടിയാൽ എൻ്റെ തുണി ഉണക്കാൻ വളരെ എളുപ്പമായി.